Lord, church. Good morning. It's a brand new morning, and the mercies of the Lord are new each day. New mercies, new opportunities, new beginnings. Ephesians chapter 4 verse 24 says, "Let the Spirit renew your thoughts and attitudes. Put on your new nature, created to be like God, truly righteous and holy." The Word of God says at many places to put on the full armor of God. Put on love, sneham ധരിക്കുക. Put on the armor of light, വെളിച്ചത്തെ ധരിക്കുക. But in Romans 13 verse 14 it says, "But put on the Lord Jesus Christ." യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കുക. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാമോ, ഞാൻ ഇന്ന് എൻ്റെ ഭവനം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ എന്ത് ധരിച്ചുകൊണ്ടാണ് പോകുന്നത്? ആരെ ധരിച്ചുകൊണ്ടാണ് പോകുന്നത്? മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ, എന്നെ കേൾക്കുമ്പോൾ, എൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ഭാവത്തിൽ അവരാരെ കാണുന്നു? യേശു ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ഇതായിരിക്കണം നമ്മുടെ ചോദ്യം. നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കൂടുതലായി യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ദർശിപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. So let us pray. Lord, we come to you this day. Lord, even as we fast, even as we pray, Abba, help us, Lord, to grow in you, to grow in the Holy Spirit, to become more and more like you. Lord, to reflect your attitude, your thoughts. Lord, to present the world Yeshua. Lord, because we may be the only Bible some people may ever read. We thank you, Lord, that you are strengthening us. We thank you for all the good things and the benefits, Abba. Help us, Lord, to hear from the word of God, to hear from you, Lord, today. In Yeshua's name we pray. Amen. Praise the Lord. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഈ മോർണിംഗ് വർഷിപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയം നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ആമേൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, തിരുസന്നിധം ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം, പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം,
പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നൽകി തന്നിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയായി സഭയായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അപ്പാ, ഈ നിമിഷത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിനുള്ളിലും ദൈവിക സ്നേഹവും ദൈവിക സമാധാനവും സന്തോഷവും വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരത്തിലും മനോവേദനയിലും ആയിരിക്കുന്ന വ്യക്തിജീവിതങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരാശപ്പെട്ട് മനം മടുത്ത് ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ തക്ക സമയത്ത് സഹായം ലഭിക്കാൻ ആവശ്യമാകുന്ന വഴികളെ അങ്ങ് അവർക്ക് തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ചുറ്റുമുള്ളവരുടെ ഇല്ലായ്മകളും ദുഃഖങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അകക്കണ്ണുകളെ അങ്ങ് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം, അധികാരം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാതെ സമൂഹത്തിൻ്റെ, ജനത്തിൻ്റെ നന്മയ്ക്കായി ഇനിയും പ്രയത്നിക്കുവാൻ അവർക്ക് കാഴ്ചപ്പാടുകളും കൃപയും അങ്ങ് നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭാരതത്തിലെ ജനത അച്ചടക്കമുള്ള അധികാര ശ്രേഷ്ഠന്മാർക്ക് കീഴ്പ്പെടുന്ന ജീവിതത്തിൽ നന്മയുള്ള ഒരു കൂട്ടമായി വരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതം അയൽ രാജ്യങ്ങളുമായി സമാധാനപരമായ അന്തരീക്ഷത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജനങ്ങൾ ഭീതി വിട്ടൊഴിഞ്ഞവരായി സമാധാനപരമായി ജീവിതം ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉയർന്നു വരുന്ന COVID-19 കേസിൽ ജനത്തിന് ഏറ്റവും ജാഗ്രതയോടും സമാധാനപരമായും ജീവിക്കാൻ ആവശ്യമാകുന്ന കൃപ അങ്ങ് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യാധികൾ, സാമ്പത്തിക തകർച്ചകൾ, പ്രകൃതി മാറ്റങ്ങൾ, ലോകത്തിൻ്റെ ഈ ഗതിമാറ്റം തന്നെ അങ്ങയുടെ രണ്ടാം വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങിയും കാത്തിരിപ്പാനും ആവശ്യമാകുന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും ഒന്നും വൃഥാവായി പോകാതെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് ഞാൻ പ്രാപിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടും ദിനംതോറുമുള്ള ഒരുക്കത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് കൃപ നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച് കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് കൃപ നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കും വേണ്ടി ക്രൂശിന്മേൽ ജീവന്മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
Praise the Lord and good morning. I greet you all in the matchless name of the Lord and Savior Jesus Christ. നമ്മൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ ഒന്ന് മാത്രമാണ് ഈ ബലഹീന നിമിഷങ്ങളിൽ, പ്രതികൂലങ്ങളുടെ നിമിഷങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്. തുടർന്നും ആ ദൈവികമായ കൃപ നമ്മുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പുതിയ നിയമത്തിൽ അനേക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഒന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനവും അതിന്റെ പ്രതിഫലവും. The judgment seat of Christ and rewards. പലപ്പോഴും ഈ ജഡ്ജ്മെന്റ് ഇല്ലെങ്കിൽ ന്യായാസനം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ കടന്നു വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ക്രിസ്ത്യ വിശ്വാസികളെ ന്യായം വിധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പാപങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ഇരിപ്പിടമായിട്ടാണ് പലരും ചിന്തിക്കുന്നതും പഠിക്കുന്നതും ചില സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നതും. യഥാർത്ഥത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2ാമത്തെ ലേഖനം അതിന് 5ാമത്തെ അധ്യായം 10ാം വാക്യത്തിൽ പൗലോസ് അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനവും ക്രിസ്ത്യ വിശ്വാസികളെ ന്യായം വിധിക്കുവാൻ, അവരുടെ പാപങ്ങളെ ന്യായം വിധിക്കുവാൻ വേണ്ടിയുള്ള ഇരിപ്പിടം അല്ല. യഥാർത്ഥത്തിൽ അത് എന്ന് നമ്മൾ ഇന്നത്തെ ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഈ മെസ്സേജിൽ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ കടന്നു പോവുകയാണ്. നോക്കണം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു, ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്ന് പറയുന്നത്. അന്നും ഇന്നും ക്രിസ്ത്യ സമൂഹത്തിൽ അനേകരുണ്ട് ഈ ആഗ്രഹത്തോട് ജീവിക്കുന്നവരും അപ്രകാരം ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ അനേകർ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി പുറമോട്ടാണ്. പക്ഷെ ഒരു സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രസാദിപ്പിച്ചാലും പ്രസാദിപ്പിച്ചില്ലെങ്കിലും നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടിയവരാണ് എന്നുള്ളൊരു സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ ന്യായാസനം, ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ഇതിന്റെ മീനിങ്, ഇതിന്റെ അർത്ഥം എന്തുവാണ്? ജഡ്ജ്മെന്റ്, ഈ വാക്ക് യവനായ പദമായിരിക്കുന്ന ബേമ, BEMA, ബേമ എന്ന വാക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് ഒരു ജഡ്ജ് തന്റെ സെന്റൻസ് അല്ലെങ്കിൽ ന്യായം വിധിക്കുന്ന ഒരു സാഹചര്യം, ഒരു സീൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിൽ അനേക സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ സ്പോർട്സ് കോമ്പറ്റീഷനിൽ ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരുന്നായിരുന്നു ആ സ്പോർട്സ് കോമ്പറ്റീഷന് ന്യായം വിധിക്കുന്ന ന്യായാധിപൻ ഇരുന്നിരുന്നത്. താൻ അവിടെ ജയാളിയെയും തോറ്റവരെയും പ്രഖ്യാപിക്കുന്നു. ആ ഒരു സീൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന ആ ഒരു വിഷയം താൻ പിക്ചറൈസ് ചെയ്ത് ജയിച്ചവനും തോറ്റവനും റിവാർഡ് കൊടുക്കുന്ന ഒരു ഇരിപ്പിടമായിട്ട് പൗലോസ് നമ്മളെ കാണിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് വചനത്തിൽ വേറൊരു ന്യായാസനത്തെ കുറിച്ച് പറയുന്നുണ്ട്, വെള്ള സിംഹാസനം, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. സോ ഇത് രണ്ടും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ അല്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യവും വെള്ള സിംഹാസനത്തിന് മുമ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം രണ്ടും രണ്ടാം. വെള്ള സിംഹാസനത്തിന് മുമ്പിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത എല്ലാവരും അതിനു മുമ്പിൽ നിൽക്കും. ക്രിസ്തുവിന്റെ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ എഴുന്നേൽക്കാത്ത അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാത്തവർ എല്ലാവരും ആ സിംഹാസനത്തിന് മുമ്പിൽ, വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വിധിക്കപ്പെടും. കൈൻ മുതൽ കർത്താവിന്റെ 2ാം വരവ് വരെ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത എല്ലാവരും, അവിശ്വാസികൾ എല്ലാവരും ഈ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. പക്ഷേ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നവർ അവിശ്വാസികളല്ല, കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത്. എന്തുവാണ് ക്രിസ്തുവിന്റെ ന്യായാസനം? ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന, ഇത് വരുവാനുള്ള ഒരു സംഭവമാണ്. ഇവിടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഓരോരുത്തരും ക്രിസ്തുവിന്റെ മുമ്പിൽ, അവരുടെ രക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നു എന്ന ഒരു സത്യം. ഇത് ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ചാണ് അവരുടെ പ്രവർത്തികൾ ന്യായം വിധിക്കപ്പെടുന്നത്. ഈ ന്യായാസനത്തിന് മുമ്പിൽ
എല്ലാ വിശ്വാസികളും നിൽക്കേണ്ടി വരും എന്ന് ഒരു സത്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം തീയതാകിലും നല്ലതാകിലും we will have to stand before the throne of Jesus Christ. ആരാണ് ഈ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത്? നമ്മളിപ്പോൾ കേട്ടതുപോലെ പഠിച്ചതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച പുതിയ നിയമസഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന എല്ലാവരും ഈ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടത് വരും. നോക്കണം, പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ 2-ാം വരവ് വരെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മണവാട്ടിയായി സഭയെ എടുക്കുവാൻ കടന്നു വരുന്ന നിമിഷം വരെ കർത്താവിനെ സ്വീകരിച്ച ഓരോരുത്തരും ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. വെളിപ്പാടിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ബിഹോൾഡ് ഐ ആം കം ക്വിക്ലി ആൻഡ് മൈ റിവാർഡ് ഇസ് വിത്ത് മീ. ഇപ്പൊ എന്താ? എന്റെ റിവാർഡ് എന്റെ കരങ്ങളിൽ ടു റെൻഡർ ടു എവറി മാൻ അക്കോർഡിംഗ് ടു വാട്ട് ഹി ഹാസ് ഡൺ. അവൻ ചെയ്യുന്നതിന് പ്രകാരം അവന് ഒരു പ്രതിഫലം എന്റെ കരങ്ങളിൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ റിവാർഡ്, പ്രതിഫലം എന്നത് ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവോട് വിശ്വസ്തരാണെങ്കിൽ നമുക്കൊരു പ്രതിഫലമുണ്ട്. നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ ആ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്റെ പ്രിയപ്പെട്ടവരെ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരു ചിന്ത കടന്നു വരുമായിരിക്കാം: നമ്മൾ പ്രതിഫലത്തിന് വേണ്ടിയാണോ നമ്മൾ കർത്താവിന് സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ കൃപയല്ലേ അതെല്ലാം എല്ലാം? യെസ്, അതെല്ലാമാണ്. പക്ഷെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: പ്രതിഫലം ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തി തക്കവണ്ണം അവർക്കൊരു പ്രതിഫലം ലഭിക്കുമെന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. നമ്മുടെ ഒരു തീരുമാനമാണ് ആ പ്രതിഫലം, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ പ്രതിഫലം പ്രാപിക്കേണ്ടത്. നമ്മൾ അലസരായിരുന്ന് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ജീവിച്ച് ദൈവത്തിന് ഹിതത്തിന് വിപരീതമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മൾ കളയും. ഞാൻ ഈ നിമിഷത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം: ഹല്ലേലൂയ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിങ്ങൾ ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടാതെ അത് ഉറപ്പാക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു, ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നു. എന്താണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വിധിക്കപ്പെടാത്തത്? ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്: ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് വിശ്വാസികളുടെ പാപം വിധിക്കപ്പെടുകയാണ്. അത് തെറ്റായ പഠിപ്പീരാണ്, തെറ്റായ ചിന്തയാണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുലമരത്തിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ചതും തന്റെ അവസാന തുള്ളി രക്തം ഒഴുക്കി കൊടുത്തത് മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. അപ്പൊ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും, അവര് നശിച്ചു പോകത്തില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. I'll read a few Bible verses which proves that your sins are washed away. Micah chapter 7 verse 19, it says sin has been removed. നമ്മുടെ പാപങ്ങളെ ദൈവം മാറ്റി എന്നാണ് പറയുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു: destiny of Christians has been settled. അവരുടെ യാത്ര അല്ലെങ്കിൽ അവരുടെ ഭാവി സ്വർഗത്തിലെ ദൈവം അത് സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയും. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം: അവർക്ക് നിത്യജീവനുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം: അവരുടെ ശാപങ്ങൾ സ്വർഗത്തിലെ ദൈവം മാറ്റി. 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം: ദൈവം അതിന് വില കൊടുത്തു. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തിന് പരിഹാരമായി താൻ ഒരു യാഗം അർപ്പിച്ചു. ഇതെല്ലാം വാക്യങ്ങളാണ്, തെളിവാണ് നമ്മുടെ പാപങ്ങളെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം സകലതും മായ്ച്ചു കളഞ്ഞു. ബട്ട് പാപം കഴുകിക്കളഞ്ഞു, ശരിയാ. പാപം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വിധിക്കപ്പെടുന്നില്ല എന്ന് ശരിയാ. പക്ഷേ
കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടും നമ്മൾ പാപത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപപ്രവൃത്തിക്ക് തക്കതായ ഒരു കോൺസിക്വൻസ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഒരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ അവന് നഷ്ടപ്പെടും. സങ്കീർത്തനം 32:3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പാപം നമ്മുടെ ജീവിതത്തിനുള്ളിൽ നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ല, നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല, ദൈവമായിട്ടൊരു കൂട്ടായ്മ നമുക്ക് നിലനിർത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. 2, ഒരു ഡിവൈൻ ഡിസിപ്ലിൻ. സ്വർഗത്തിലെ ദൈവം നല്ലൊരു പിതാവെന്ന നിലയിൽ നമ്മളെ ശിക്ഷിക്കുവാൻ ദൈവത്തിന് അവകാശമുണ്ട്. ദൈവം നമ്മളെ ശിക്ഷിക്കും. അനേക വാക്യങ്ങളുണ്ട്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയും, അനന്യാസും സഫീരയും പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞു. സംഭവിച്ചെന്തുവാണ്? അവര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. മരണം വരെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. പാപത്തിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ, നശിച്ചു കളയാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ച് നിങ്ങൾ കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. 3-ാമത്തെ, ലോസ് ഓഫ് പവർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പാപ വഴികളെ നമ്മൾ ഡീൽ ചെയ്തില്ലെങ്കിൽ, അത് നമ്മൾ വിട്ടില്ല എങ്കിൽ, നമ്മൾ കൺഫസ് ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അത് കാരണം സംഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ചലിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇച്ചിരി പുറമോട്ടാകും. അപ്പൊ നമ്മൾ ജഡമായിരിക്കും ആ നിമിഷത്തിൽ പ്രവർത്തിക്കുന്നത്. അത് കാരണം സംഭവിക്കുന്നത്, ദൈവത്തിന്റെ ഹിതത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. വി വിൽ ഓൾവേസ് ബി വർക്കിംഗ് ഇൻ അവർ ഫ്ലഷ്. അതിന് ആധാരമായി ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം, 5-ാമത്തെ അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. അപ്പോൾ അത് അധികമായി മനസ്സിലാക്കുവാൻ കഴിയും. 4-ാമത്തെ കാര്യം, യു വിൽ ലൂസ് യുവർ ഓപ്പർച്യൂണിറ്റീസ്. ആമേൻ. അല്ല, നമ്മുടെ പാപ വഴികൾ നമ്മൾ വിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ദർശനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന്റെ ഹിതം നമുക്ക് തിരിച്ചറിയുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വരും. അപ്പോൾ സംഭവിക്കുന്നത്, ദൈവമായിട്ട് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ പദ്ധതി, ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാത്ത അവസരങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതകൾ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 34 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ 5-ാമത്തെ ഭാഗം നമ്മൾ നോക്കി, there is loss of desire and motivation for service. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് എന്താ പറയുക, ഒരു ഉത്സാഹം ഇല്ലായ്മ നമുക്ക് ഉണ്ടാകും. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. പിന്നെ നോക്കണം, ലോസ് ഓഫ് ഹെൽത്ത്. നമ്മുടെ ശാരീരികമായ ബലഹീനതകൾ നമുക്ക് വരുവാൻ സാധ്യതകളുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് കർത്തൃമേശയുടെ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമാണ്, അവൻ ശോധന ചെയ്തിട്ട് വേണം ഈ മേശയിൽ നിന്ന് പങ്കെടുക്കണം, ഇല്ല എങ്കിൽ ശരീരം ബലഹീനമാകുവാൻ സാധ്യതയുണ്ട്, മരണം വരെ വരാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്, ശരീരത്തിൽ ബലഹീനരായിട്ടുണ്ട്, രോഗികളായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപത്തിന്റെ വഴികൾ വിട്ട് അകന്ന് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ഒരു തീരുമാനം ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവസാനമായി ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമുക്ക് നമ്മുടെ പ്രതിഫലം, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ട് പോകും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം അതിന് 13 മുതൽ 15 വരെയുള്ള വാക്യത്തിലാണ് അത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നേരം നമ്മൾ കേട്ടത് ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ആർക്കിത് പ്രാപിക്കുവാൻ കഴിയും, ആർക്കിത് പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്നൊക്കെ. പക്ഷെ പ്രതിഫലം എന്തുവാണ്? വിശ്വസ്തയോട് ഓട്ടമോടുന്ന ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരുടെ പ്രതിഫലം എന്തുവാണ് എന്ന് നമ്മളിപ്പോൾ ഈ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. വിശ്വാസ ജീവിതത്തിൽ വിശ്വസ്തയോട് ഓട്ടം ഓടുന്നവർക്കുള്ള പ്രതിഫലം വചനം പറയുന്നത് അവർക്ക് കിരീടങ്ങൾ പ്രാപിക്കുവാൻ കഴിയുമെന്ന്. 5 കിരീടങ്ങളാണ് ബൈബിള് ഇവിടെ പഠിപ്പിക്കുന്നത്.
ഒന്നാമത്തെ കിരീടം ദ ഇംപെരിഷബിൾ ക്രൗൺ, വാടാത്ത കിരീടം. ഇത് ആർക്ക് പ്രാപിക്കുവാൻ കഴിയും? വിശ്വസ്തയോട് ഓട്ടം ഓടുന്നവർക്കും അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഇന്ദ്രിയജയത്തോട് സെൽഫ് കൺട്രോളോട് ദൈവത്തെ സേവിക്കുന്നവർക്കാണ് ഈ കിരീടം അവർക്ക് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളാണ് അത് പറയുന്നത്. രണ്ടാമത്തെ ദ ക്രൗൺ ഓഫ് റിജോയ്സിംഗ്, ആനന്ദത്തിന്റെ കിരീടം. ഇത് ആർക്ക് പ്രാപിക്കുവാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവർക്കും ഫോളോ അപ്പ് ചെയ്യുന്നവർക്കും മിനിസ്ട്രി ചെയ്യുന്നവർക്കാണ് ഈ കിരീടം സ്വർഗത്തിലെ ദൈവം അവകാശം പറയുന്നത്. തെസ്സലോനിയർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. 3 ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കിരീടം. ഇതാർക്ക് പ്രാപിക്കുവാൻ കഴിയും? വിശ്വസ്തയോട് ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരം ഉപയോഗിക്കുന്നവർക്കും അവർക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ തക്കത്തിൽ കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നവർക്കാണ് ഈ കിരീടം അവകാശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 4:8. 4-ാമത്തെ കിരീടം ദ ക്രൗൺ ഓഫ് ഗ്ലോറി, മഹിമയുടെ കിരീടം. ഇത് ആർക്കാണ് അവകാശം? ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ വിശ്വസ്തയോട് ഉത്തരവാദിത്തോടെ നയിക്കുന്ന ഇടയന്മാർക്ക്, മൂപ്പന്മാർക്കാണ് ഈ കിരീടം അവകാശം പറഞ്ഞിരിക്കുന്നത്. പത്രോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അവസാനമായി ദ ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം. ഇതാർക്കാണ് പ്രാപിക്കുവാൻ കഴിയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും വളരെയധികം സ്നേഹിക്കുന്ന, ദൈവമായിട്ട് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും ആണ് ഈ കിരീടം അവകാശമായിട്ടുള്ളത്. വെളിപ്പാടിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ക്രിസ്തുവിന്റെ ന്യായാസനവും അതിന്റെ പ്രതിഫലത്തെ കുറിച്ച്. ഈ പ്രതിഫലം നമുക്ക് എങ്ങനെ നേടിയെടുക്കുവാൻ കഴിയും? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹി വാണ്ട്സ് ടു ലീവ് എ ലൈഫ് വെൽ പ്ലീസിംഗ് ടു ദി ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്നായിരുന്നു തന്റെ ആഗ്രഹം. അപ്പൊ ദൈവത്തെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയും? റോമർക്ക് എഴുതിയ ലേഖനം അതിന് 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുക. ഒരു സെൽഫ് ഡിനയൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേ ലേഖനത്തിൽ 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് ഇടർച്ച വരുവാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന്. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം അതിന് 3:20, എബ്രായ ലേഖനം 13:20 മുതൽ 21 വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധിയോടും വേർപാടോടും ലോകത്തിൽ നിന്ന് അകന്ന് ഒരു മലിനതയും ഒന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, കറയോ വാട്ടമോ മാലിന്യം ഒന്നും നമ്മളെ തൊടുവാൻ അനുവദിക്കാതെ വേണം ക്രിസ്തുവിന് പ്രസാദമുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ കിരീടങ്ങൾ പ്രാപിക്കുവാൻ കഴിയുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത്തെ ദിവസത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഒരു ആഹ്വാനം ഞാൻ നിങ്ങൾക്ക് നൽകി തരികയാണ്. നിങ്ങളുടെ കിരീടം നഷ്ടപ്പെടുവാൻ ഇടവരാതെ വണ്ണം നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കുക. വിശ്വസ്തയോടെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ കർത്താവിന്റെ 2-ാം വരവില് നിങ്ങൾക്ക് കിരീടം പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുക. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെല്ലാം അടച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് നമുക്ക് ഒരുമിച്ചൊന്ന് അവലിവനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് പകൽ സമയത്തിനായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനങ്ങൾ കർത്താവെ കർത്താവെ ബലപ്പെടുത്തുവാൻ ഇടവന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ തുറന്നു തന്ന് ഞങ്ങളുടെ പ്രതിഫലം എന്തെന്ന് തിരിച്ചറിയാൻ ഇടവന്നല്ലോ, അതിനായി ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ
ഒന്നും കർത്താവെ തെറ്റായ വിഷയങ്ങൾ ഒന്നും കർത്താവെ ഉണ്ടാകുവാൻ ഇടവരല്ലേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ. പ്രതിഫലം പ്രാപിച്ചവരായി, കിരീടങ്ങൾ ധരിച്ചവരായി കർത്താവെ, കർത്താവെ അങ്ങയുടെ രണ്ടാം വരവെങ്കിൽ കർത്താവെ എടുക്കപ്പെടുവാൻ കർത്താവ് ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവെ. നന്ദിയപ്പാ കർത്താവെ. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത, ഈ മോർണിംഗ് ഡിവോഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവർ ചെയ്യുന്ന സകല പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ നാമം മഹത്വപ്പെടട്ടെ കർത്താവെ. പ്രാർത്ഥനകളുടെ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.